ഇന്ന് നമ്മൾ നോക്കുന്നത് ടോക്കിയോ റിവെഞ്ചേഴ്സ് എന്ന ജാപ്പനീസ് അനിമി ടിവി സീരീസിന്റെ സീസൺ 3 9ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. 700 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. സോ 700 ലൈക്ക് എപ്പാവുന്നോ അപ്പോൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. ഹേയ് സോയ, നീ ഇങ്ങനെ കടന്ന് കരയല്ലേ എപ്പോഴും. ഇനി ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. പക്ഷേ നീ എനിക്കിനി ഒരു പ്രോമിസ് തരണം. നീ ഒരിക്കലും കരയാൻ പാടില്ല, മനസ്സിലായോ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആംഗ്രിയോട് സ്മൈലി പറയുന്നു. എന്താ സ്മൈലി, നീ എന്താ ഈ ആലോചിക്കുന്നേ എന്ന് മിക്സുയ സ്മൈലിയോട് ചോദിക്കുന്നു. എനിക്ക് ഇപ്പഴാ ഓർമ്മ വന്ന് അവൻ എനിക്ക് തന്ന പ്രോമിസ് കാരണം അവൻ ഇത്രയും നാൾ എന്നെയായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാ ഇപ്പൊ അവൻ ഒറ്റയ്ക്ക് പോയിരിക്കുന്നു. അവൻ കരയാണ്ടിരുന്ന നന്നായിരുന്നേനെ. ഓ, ഒരു ചേട്ടനായിട്ട് നീ അവനെ ഓവറായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ? അത് ശരിയാണ്, പക്ഷേ എന്ന് പറഞ്ഞ സ്മൈലി ഒരു കാര്യം പറയാൻ വേണ്ടി വരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഹാങ്ക്രിയും ഹാക്കായും കൂടി ചേർന്ന് ഹൈറ്റാനി ബ്രദേഴ്സിനെ ഒരുമിച്ച് അടിക്കാൻ വേണ്ടി പോകുന്നതാണ്. എന്നാൽ അവര് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇവരെ അടിച്ച് താഴെയിടുന്നു. റാൻഡോ ഹാങ്ക്രിയുടെ കാല് അങ്ങ് ഒടിച്ചു കളയുന്നു. അവന്റെ ഒരു കൈയും കാലും ഇപ്പോൾ ഒടിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് റാൻഡോ പറയുന്നു. അങ്ങനെ റാൻഡോ ഹാക്കായുടെ കഴുത്തിൽ കയറി പിടിക്കുന്നു. അവനൊന്ന് അനങ്ങാൻ പോലും സമ്മതിക്കാതെ ലോക്ക് ചെയ്ത് പിടിച്ചു വെച്ചിരിക്കുന്നു. ഇതേ സമയം റാൻ ഒരു ഇരുമ്പ് റാഡ് വെച്ച് അവന്റെ തലക്കിട്ട് അടിക്കുന്നു. ഏയ് വേണ്ട, അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഹാങ്ക്രി നിലവിളിക്കുന്നു. ഹേയ് ഗൊറില്ല, നീ വളരെയധികം സ്ട്രോങ് ആണ്, അത് ഞാൻ സമ്മതിച്ചു തരാം എന്ന് പറയാണ് ചീഫ് യു. ഇല്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഹാക്കായി മരിച്ചു പോവും. ഇല്ല എന്നും പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഹാങ്ക്രി പെട്ടെന്ന് കരയുവാണ്. നിങ്ങളൊക്കെ വൃത്തിയട്ടവന്മാരാണ് എന്നും പറഞ്ഞുകൊണ്ട് ഹാങ്ക്രി കുട്ടികളെ പോലെ ഇരുന്ന് കരയുന്നു. ഇതെന്താ സംഭവം എന്നും പറഞ്ഞ് ഹൈറ്റാനി ബ്രദേഴ്സ് നോക്കുന്നു. അപ്പോഴാണ് സ്മൈലി ആ കാര്യം പറയുന്നത്. ഹാങ്ക്രി വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരുത്തനാണ്, അതുകൊണ്ട് അവൻ ആരുമായിട്ട് ഫൈറ്റ് ചെയ്യില്ല. എന്നാ അവനെങ്ങാനും കരഞ്ഞ പിന്നെ അവനെ പിടിച്ചു നിർത്താൻ ആരെ കൊണ്ടും സാധിക്കില്ല. ചെയിൻ ഉപയോഗിച്ച് കെട്ടിയിട്ട അവന്റെ ഉള്ളിലെ ഡീമൺ പുറത്തു വരും. എന്ത് ഡീമണോ എന്ന് ചോദിക്കുവാണ് മിക്സിയ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഹൈസ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് എന്നെ വന്ന് അറ്റാക്ക് ചെയ്തു. അത് കണ്ട് ആംഗ്രി ഒരുപാടധികം കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. എന്നാൽ കണ്ണു തുറക്കുന്ന ഞാൻ കാണുന്നത് എന്നെ അടിക്കാൻ വന്നവരൊക്കെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നതാണ് എന്ന് സ്മൈലി പറയുന്നു. ഇത് കേട്ട് ആംഗ്രിയാണോ അങ്ങനെ ചെയ്തേ എന്ന് മിക്സുയ ചോദിക്കുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഇതുപോലെ വേറൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. വെറുതെ വിട്ടു കഴിഞ്ഞാൽ അവൻ അവരെ കൊല്ലുമെന്നുള്ള സിറ്റുവേഷൻ വരെ വന്നു. അതുകൊണ്ട് അന്ന് ഞാൻ അവന് കൊടുത്തതാണ്, ഒരിക്കലും ഇനി കരയാൻ പാടില്ല എന്ന്. അതിനുശേഷം പിന്നെ അവൻ അങ്ങനെ കരഞ്ഞിട്ടില്ല. സോറി സ്മൈലി, നിന്റെ പ്രോമിസ് ഞാൻ ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അടികൊണ്ട ആംഗ്രി എഴുന്നേറ്റ് വരുവാണ്. ഒടിഞ്ഞ കയ്യും കാലും വെച്ച് ഇവൻ എങ്ങനെ ഈ നടക്കുന്നേ എന്ന് പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുവാണ് ഹൈറ്റാനി ബ്രദേഴ്സ്. ഹാങ്ക്രി അന്ന് കരഞ്ഞതുപോലെ കരഞ്ഞു കഴിഞ്ഞാ എന്നെക്കാൾ 100 മടങ്ങ് പവർഫുൾ ആയി മാറും അവൻ എന്ന് സ്മൈലി മിക്സിയോട് പറയുന്നു. എന്ത് പറ്റിയടാ, നിന്റെ മറ്റേ 2 കൈയും കാലും അങ്ങ് ഓടിച്ചു കളയണോ എന്ന് ആംഗ്രിയോട് റീഡോ ചോദിക്കുന്നു. വേണ്ട ആംഗ്രി, അടുത്തോട്ട് വരല്ലേ, വന്നു കഴിഞ്ഞാ ഇവര് നിന്നെ കൊല്ലും എന്ന് അടികൊണ്ട് കിടക്കുന്ന ഹാക്കായി പതിയെ പറയുന്നു. ഇത് കണ്ട് റാൻ, റീഡോ കെയർഫുൾ ആയിട്ടിരിക്കുക, കെയർലെസ് ആയിട്ട് അവന്റെ അടുത്തോട്ട് പോവല്ലേ. ശരി ശരി, ഞാൻ നോക്കിക്കോളാം. ഒടിഞ്ഞ് കാലും കൈയും വെച്ച് ഇവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ആംഗ്രി അവിടെ നിന്ന് തട്ടി മാറ്റാൻ ശ്രമിക്കുവാണ് റാൻഡോ. എന്നാൽ ആംഗ്രിയെ ഒന്ന് അനക്കാൻ പോലും അവനെ കൊണ്ട് സാധിക്കുന്നില്ല. ഞാൻ അവസാനമായിട്ട് 4th പഠിക്കുന്ന സമയത്ത് ആ കരഞ്ഞ്. അപ്പോഴാണ് നമ്മളെ കാഴ്ച കാണുന്നത്. സ്മൈലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നവരെ എല്ലാം തന്നെ ആംഗ്രി ആയിരുന്നു അടിച്ച് താഴെയിട്ടത്. കയ്യിൽ മൊത്തം ബ്ലഡായ അവൻ തന്നെ അത് കണ്ടുകൊണ്ടിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഒരിക്കലും കരയാൻ പാടില്ലെന്ന് പറഞ്ഞ് സ്മൈലി എന്റെ അടുത്ത് പ്രോമിസ് വാങ്ങിയിരുന്നു. കാരണം ഞാൻ കരഞ്ഞ ആരെങ്കിലും കൊല്ലുമെന്ന് അവൻ പേടിച്ചിരുന്നു എന്ന് ആംഗ്രി പറയുന്ന സമയത്ത് വേഗം പിന്നോട്ട് വാ എന്ന് അവൻ ഒച്ച വെച്ചതും വളരെ വേഗത്തിൽ വന്ന് റാൻഡോടെ മോന്തക്കിട്ട് കൊടുക്കുവാണ് ആംഗ്രി. അവനിതെങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ ചുറ്റിലും നോക്കുന്ന റാൻഡ് പുറകിലോട്ട് വരുവാണ് ആംഗ്രി. നീ വളരെയധികം സ്ലോ ആണ് എന്ന് പറഞ്ഞ് റാൻഡ് മോന്തക്കിട്ടൊന്നും കൊടുക്കുന്നു. അവന്റെയും ബോധം പോയി അവൻ താഴെ വീഴുന്നു. പവർഫുൾ ആയിട്ടുള്ള ഹൈറ്റാനി ബ്രദേഴ്സിനെ തോൽപ്പിച്ചത് കണ്ട് ടെൻജിക്കോ ഗാങ് മൊത്തമായിട്ട് അന്തം വിട്ട് നിൽക്കുവാണ്. അപ്പോഴാണ് ആ ഗോറില്ല അങ്ങോട്ട് വരുന്നത്. ഹൈറ്റാനി ബ്രദേഴ്സിനോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാ, അവരുടെ വേ ഓഫ് ഫൈറ്റിംഗ് ഒന്നും ഒരിക്കലും ഫലിക്കില്ലെന്ന. നീയല്ലേ പണ്ട് എന്റെ കയ്യിൽ നിന്ന് അടി മേടിച്ചേ എന്ന് പറഞ്ഞ ആംഗ്രിയുടെ തോളിൽ പോയി കൈയിടുവാണ് മൂച്ചി. എന്നാൽ തോളിൽ കൂടെ കൈയിട്ടത് മാത്രമേ അവന് ഓർമ്മയുള്ളൂ. പിന്നീട് കാണുന്നത് അടികൊണ്ട് താഴെ കിടക്കുന്ന മൂച്ചിനെയാണ്. പവർഫുൾ ആയിട്ടുള്ള മൂച്ചിനെ വരെ അടിച്ച് താഴെട്ടത് കണ്ട് ചീഫ് വരെ ഞെട്ടുന്നു. അടുത്തത് ആരാ വരാൻ പോകുന്നേ എന്ന് ചോദിക്കുന്ന ആംഗ്രിയെ കണ്ട് എല്ലാവരും പേടിക്കുന്നു. ഇവന് ഭ്രാന്ത എന്ന് ടെൻജിക്കോ ഗാങ്ങിലെ എല്ലാവരും പറയുന്നു. അപ്പോഴാണ് ടോമാനിലുണ്ടായിരുന്ന ടോമാനെ ചതിച്ച മൂച്ച അങ്ങോട്ട് വരുന്നത്. നമ്മൾ ഒരേ ഗാങ്ങിലാണ് ഉണ്ടായിരുന്നത് എന്നുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കണ്ട എന്ന് പറഞ്ഞ് മൂച്ചോ ജൂഡോ ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അവനെ തൂക്കിയെടുത്തത് മാത്രമേ മൂച്ചോക്ക് ഓർമ്മയുള്ളൂ. മൂച്ചോടെ കഴുത്തിൽ കാല് വെച്ച് നിലത്ത് വെച്ച് ഒറ്റ അടിയാണ് ആംഗ്രി.
ആംഗ്രി നീ തന്നെയാണോ ഇത് എന്ന് പറഞ്ഞ ചീഫ് യു നോക്കുന്നു. ടെൻജിക്കോടെ പകുതിയെ ആംഗ്രി ഒറ്റയ്ക്ക് എന്നെ ഡിഫീറ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ചിന്തിക്കുകയാണ് ടാക്കെമിച്ചി. മൈക്കി, ആക്ച്വലി എന്നെ കൊണ്ട് ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഓ, നീ അതിനെപ്പറ്റി എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിന്നെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് മൈക്കി മൂച്ചയോട് പറഞ്ഞത് അവൻ ആലോചിക്കുന്നു. ടാക്കെമിച്ചി, നീ അത് കണ്ടോ? ആംഗ്രി അവരെ എല്ലാവരെയും അടിച്ച് താഴെയിട്ടു എന്ന് ചീഫ് യു ടാക്കെമിച്ചിയോട് പറയുന്നു. ടെൻജിക്കോടെ വിഷ്യസ് ജനറേഷൻ ഞങ്ങൾ തോറ്റുപോയോ എന്ന് മോയിച്ചോ ചിന്തിക്കുന്നു. ടെൻജിക്കോടെ ബിഗ് ഫോറിനെ തന്നെ അവൻ ഒറ്റയ്ക്ക് അടിച്ച് താഴെട്ടല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ടാക്കെമിച്ചി, ഈ യുദ്ധത്തിൽ തീർച്ചയായിട്ടും നമ്മളായിരിക്കും ജയിക്കാൻ പോകുന്നത് എന്ന് ആംഗ്രി ടാക്കെമിച്ചിയോട് പറയുന്നു. അതെ, ഇവരെ പോലെ ചീറ്റ് ചെയ്ത് ജയിക്കുന്നവരല്ല നമ്മൾ. ഇതുപോലെ വൃത്തിയേട്ടന്മാരുടെ മുമ്പിൽ ഒരിക്കലും നമ്മൾ തോറ്റുപോവില്ല. നിങ്ങളെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല എന്ന് ടാക്കെമിച്ചി പറയുന്നു. എങ്ങനെയുണ്ട് മോശോ നിന്റെ പുതിയ യൂണിഫോം? അങ്ങനെ നമ്മൾ വിഷ്യസ് ജനറേഷൻ എല്ലാവരും ഒരേ സ്ഥലത്ത് ഒന്നായിട്ട് നിൽക്കുന്നു. ഇനി മുതൽ നമ്മൾ പിള്ളേരുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് നിർത്തുവാണ്. ഇന്ന് രാത്രി ടോമാണിനെ ഇല്ലാതാക്കിയതിനു ശേഷം നമ്മൾ ഇനിയും ഗ്രേറ്റഡ് ഹൈലോട്ട് പോവും. ജപ്പാനെ നമ്മുടെ കയ്യിലായിരിക്കും എന്ന് ഇസാന പറഞ്ഞത് മോയിച്ചോ ആലോചിക്കാണ്. പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് മോയിച്ചോ ഒരു കത്തി എടുത്ത് വരുവാണ്. ഇപ്പോഴാണ് ഞങ്ങളുടെ ഗാങ് എല്ലാവരും ഒത്തുചേർന്നത്. അത് ഇവിടെ അവസാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വേറെയുള്ള ആരെയും ഞങ്ങളുടെ ജനറേഷനെ ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് മോയിച്ചോ ആംഗ്രിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. പെട്ടെന്ന് ടാക്കെമിച്ചി മുമ്പിൽ കയറി ആംഗ്രിയെ തട്ടിമാറ്റുന്നു. ഓ പോയി, അവനിപ്പോ ഇന്നെയാണല്ലോ കുത്താൻ വരുന്നത് എന്ന് പറഞ്ഞ് ചിന്തിച്ച് നിൽക്കുന്ന ടാക്കെമിച്ചിയുടെ മുമ്പിലോട്ട് പെട്ടെന്ന് കോക്കച്ചോ വരുന്നു. അവന്റെ കത്തി പിടിച്ചു വെച്ച് മോയിച്ചോ നീ തോറ്റുപോയതാ എന്ന് പറഞ്ഞ് അവന്റെ വയറ്റിനിട്ട് ഒറ്റ കുത്തങ്ങ് കൊടുക്കുന്നു. ടെൻജിക്കോയെ, ഇതിന് മുകളിലോട്ട് കറക്റ്റ് ചെയ്യാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. നീ ജയിലിലോട്ട് പോവാൻ മാത്രം ഇതൊന്നും വാർത്തല്ല എന്ന് കോക്കച്ചോ അവനോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവൻ നമ്മുടെ ടീമിലാണോ എന്ന് പറഞ്ഞ ടോമാണ് എല്ലാവരും ചിന്തിക്കുന്നു. കോക്കച്ചോ എന്റെ ജീവൻ രക്ഷിച്ചു എന്ന് പറഞ്ഞ് ടാക്കെമിച്ചി ചിന്തിക്കുന്നു. ഇസാന, ഇതിനു വേണ്ടി നീ പിന്നെ എന്നെ പണിഷ്മെന്റ് ചെയ്തോ? ടാക്കെമിച്ചി, നീ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ നിന്നെ രക്ഷിച്ചതല്ല. എന്റെ ഹീറോ എപ്പോഴും ഇസാനയായിരിക്കും. ഞാൻ എപ്പോഴും അവനെ തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നതും. ഞാൻ പഴയതുപോലെ അല്ല ടാക്കെമിച്ചി. ഇപ്പോ ടെൻജിക്കോടെ ബിഗ് ഫോറിൽ ഒരുത്തനാണ് ഞാൻ എന്ന് പറഞ്ഞ് വളരെ സ്പീഡിൽ ഓടിക്കൊണ്ട് ആംഗ്രിയുടെ മോന്തക്കിട്ട് ഒറ്റ ഇടി കൊടുക്കുവാണ് കോക്കച്ചോ. ഒറ്റ സെക്കൻഡ് കൊണ്ട് ചീഫിനെയും ആകാനെയും എല്ലാവരും അടിച്ച് താഴെയിട്ട് ടാക്കെമിച്ചിയുടെ മുമ്പിലോട്ട് വരുവാണ്. കോക്കച്ചോ, എന്തടാ ടോമാന്റെ ബെസ്റ്റ് ആളുകളെ അവൻ ഒറ്റ പഞ്ചിൽ തോൽപ്പിച്ചോ എന്ന് പറഞ്ഞ ടോമാൻ മൊത്തം നോക്കി നിൽക്കുന്നു. ഇവൻ വളരെയധികം ഫാസ്റ്റോ പവർഫുള്ളോ ആണല്ലോ, എന്നെ കൊണ്ട് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല എന്ന് ആംഗ്രി പറയുന്നു. എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായേ? എന്നെ കൊണ്ട് കാണാൻ പോലും പറ്റിയില്ലല്ലോ എന്ന് ഹാക്കായും പറയുന്നു. ഇതൊക്കെ കണ്ട് ഇവനെ നീ ആദ്യമേ ഇറക്കേണ്ടതായിരുന്നു എന്ന് ഹാൻമ ഇസാനയോട് പറയുന്നു. ബിഗ് ഫോറിനെ മൊത്തമായിട്ട് ഇവൻ നോക്കിയില്ലേ, ഇനി ഞാൻ കളത്തിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല എന്ന് ഇസാന പറയുന്നു. ഹേയ് ടാക്കെമിച്ചി, അവരെല്ലാവരും എന്നെ അടിച്ചിട്ട് പോയടാ. സാരമില്ല, നിനക്ക് വേണ്ടി ഞാൻ അവരോട് പ്രതികാരം ചോദിക്കും. താങ്ക്സ് ടാക്കെമിച്ചി, പക്ഷേ ഇത് എന്റെ ഫൈറ്റ് ആണ്. ഞാൻ തന്നെ അവരോട് പ്രതികാരം ചോദിക്കണം, എന്നാലേ എനിക്ക് സ്ട്രോങ് ആയി മാറാൻ പറ്റൂ എന്ന് കോക്കച്ചോ ടാക്കെമിച്ചിയോട് പറയുന്നു. എന്നൊക്കെ ടാക്കെമിച്ചി ചിന്തിക്കുന്നു. നീ ശരിക്കും വളരെയധികം പവർഫുൾ ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നീ കൊലയാളികളുടെ കൂടെ ചേർന്നത് എന്ന് ടാക്കെമിച്ചി കോക്കച്ചോട് ചോദിക്കുന്നു. ടാക്കെമിച്ചി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ കോക്കച്ചോ അവന്റെ വയറ്റിനിട്ട് ഒറ്റ കുത്ത് അങ്ങ് കൊടുക്കുന്നു. നിന്റെ തലയിലെ ഈ മാർക്ക് അത് ശരിക്കും വേറെ ലെവലായിട്ടുണ്ട് എന്ന് ഇസാന കോക്കച്ചോട് ചെറുപ്പത്തിൽ പറയുന്നു. ചെറുപ്പം തൊട്ട് തന്നെ ഇസാനയും കോക്കച്ചോയും ഒരുമിച്ച് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊക്കെ ആലോചിച്ച് കോക്കച്ചോ ടാക്കെമിച്ചി അടിച്ചുകൊണ്ടേയിരിക്കുവാണ്. എന്തിനാ കോക്കച്ചോ, എന്തിന്? എത്രയൊക്കെ നമ്മൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിട്ടിരുന്നാ പോലും ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ ഞാൻ നിന്നെ കൊന്നുകളയും ടാക്കെമിച്ചി എന്നൊക്കെ പറഞ്ഞ് ടാക്കെമിച്ചി അടിച്ചുകൊണ്ടിരിക്കുകയാണ് കോക്കച്ചോ. എന്നാൽ എന്തൊക്കെയായാലും ടാക്കെമിച്ചി തോറ്റു കൊടുക്കുന്നില്ല. അവൻ വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്നു. ഇനുപ്പി, ഇവനെയല്ലേ നീ ബ്ലാക്ക് ഡ്രാഗന്റെ 11th ലീഡർ ആക്കണമെന്ന് പറഞ്ഞ്? ടാക്കെമിച്ചി ലീഡർ ആയി കഴിഞ്ഞാ എങ്ങനെയുണ്ടാവാന്ന് നീ നോക്ക്. ഇതാണ് റിയാലിറ്റി. തീർച്ചയായിട്ടും ടാക്കെമിച്ചി തോറ്റു പോവാൻ പോവാ. ടാക്കെമിച്ചി ഇപ്പോ ഒറ്റയ്ക്കാണ്. മറ്റെല്ലാ ടോമാൻ മെമ്പേഴ്സും താഴെ വീണ് ഒന്ന് എഴുന്നേക്കാൻ പോലും പറ്റാതെ ഇരിക്കുവാണ്. അപ്പൊ പിന്നെ അവരെങ്ങനെ ജയിക്കും എന്ന് കോക്കോ ചോദിക്കുന്നു. എന്നാൽ എത്രയൊക്കെ അടി കൊണ്ടാലും ടാക്കെമിച്ചി വീണ്ടും വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്നു. എന്താ കോക്കച്ചോ, നീ ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ. നിന്റെ പഞ്ചൊക്കെ സെക്കൻഡ് ഗ്രേഡ് പയ്യനെ പോലെ വീക്കായിട്ടാണല്ലോ എന്ന് എഴുന്നേറ്റ് നിന്ന് ടാക്കെമിച്ചി പറയുന്നു. കോക്കോ, ടാക്കെമിച്ചി ഒരിക്കലും തോറ്റു കൊടുക്കില്ല. വേണമെങ്കിൽ നീ കണ്ടോ എന്ന് ഇനുപ്പിയും പറയുന്നു. എന്തിനാ നീ ഈ ഗാംഗിൽ വന്ന് ജോയിൻ ചെയ്തേ? ഇസാനയാണ് നിന്റെ ഹീറോ എന്ന് നീ പറഞ്ഞില്ലേ? മിണ്ടാതിരിക്കെ, ഇനിയും മുന്നോട്ട് പോയാ നീ ചത്തുപോകും എന്ന് കോക്കച്ച അവനോട് പറയുന്നു. അവൻ അവന്റെ സ്വന്തം പ്രശ്നം ഇപ്പോ ഒരു ഗാങ് വാറാക്കി മാറ്റിയിരിക്കുന്നു. അവന്റെ സ്വന്തം അനിയത്തിയെ അവൻ തന്നെ കൊന്നു കളഞ്ഞിരിക്കുന്നു. അവനെ എങ്ങനെയാടാ നീ ഹീറോ എന്ന് വിളിക്കുന്നേ? പറ കോക്കച്ചോ, പറ എന്ന് ടാക്കെമിച്ചി ചോദിക്കുന്നു. ഇതൊക്കെ കേട്ട് കോക്കച്ചോ കുറച്ചു നേരം എന്തോ ചിന്തിക്കുന്നു. സ്ട്രോങ് ആയിട്ടിരിക്കുന്നവരൊന്നും ഒരിക്കലും ഹീറോസ് ആവണമെന്നില്ല. എന്നാൽ എന്നെ പോലെയുള്ള ഒരാൾക്ക് ഇസാന തന്നെയാണ് ഹീറോ.
ഹേ കോക്കച്ചോ, അവനോട് വെറുതെ സംസാരിച്ച് സമയം കളയണ്ട, അവന്റെ കഥ അങ്ങ് തീർത്ത് കളഞ്ഞേക്ക് എന്ന് ഇസാന വിളിച്ച് പറയുന്നു. അപ്പൊ നീ ആ പഴയ കോക്കച്ചോ അല്ലേ എന്ന് പറഞ്ഞ് ടാക്കമിച്ചി കോക്കച്ചോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാൽ ടാക്കമിച്ചിയെ വാരിക്കോരി അടിച്ചുകൊണ്ടിരിക്കുകയാണ് കോക്കച്ചോ. ഇത്രയൊക്കെ അടി കൊണ്ടിട്ടും ഇവൻ എങ്ങനെ ഇപ്പോഴും താഴെ വീഴാണ്ട് നിൽക്കുന്നേ എന്ന് കോക്കോ ചിന്തിക്കുന്നു. ടാക്കമിച്ചി, ഇനിയും നീ തോറ്റു കൊടുത്തില്ലെങ്കിൽ നീ മരിച്ചു പോവും എന്ന് പറഞ്ഞ് ചീഫ് പെട്ടെന്ന് അവന്റെ മുമ്പിലോട്ട് വരുന്നു. മതി ടാക്കമിച്ചി, നിർത്ത്. ടോമാൻ തോറ്റു കഴിഞ്ഞു. നീയല്ലാത്ത ബാക്കിയുള്ള ആർക്കും ഇവിടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഇതിൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നേ. ടോമാന്റെ പ്രശ്നങ്ങളെല്ലാം ഒറ്റയ്ക്ക് നീ നേരിടണമെന്നുള്ള യാതൊരു ആവശ്യവും ഇല്ല എന്ന് ചീഫ് പറയുന്നു. ടോമാൻ തോറ്റിട്ടില്ല, ടോമാൻ തോൽക്കാനും പോകുന്നില്ല. ഞാൻ ഇവിടെ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം ടോമാനെ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് വിളിച്ച് പറയാണ് ടാക്കമിച്ചി. ഇത് കേട്ട് എല്ലാവരും ടാക്കമിച്ചിയെ തന്നെ നോക്കുന്നു. കോക്കച്ചോ, ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? അവനെ അങ്ങ് കൊന്നു കളഞ്ഞേക്ക് എന്ന് ഇസാന വിളിച്ച് പറയുന്നു. കോക്കച്ചോനെ കൊണ്ട് എന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. നിന്റെ കണ്ണ് കാണുമ്പോ എനിക്കറിയാം കോക്കച്ചോ, മരിക്കാൻ പോവാനെ പറ്റി ഇവനൊരു ചിന്തയില്ലേ എന്ന് പറഞ്ഞ് കോക്കച്ചോ അവനെ തന്നെ നോക്കുന്നു. മാറി നിൽക്ക് കോക്കച്ചോ, നിനക്ക് ഇത്രയധികം ധൈര്യമോ? ജയിക്കാൻ വേണ്ടി നീ മരിക്കാൻ വരെ തയ്യാറാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ടാക്കമിച്ചിക്ക് നേരെ ഒരു ഗണ്ണ് ചൂണ്ടുവാണ് കിസക്കി. ആ ട്രിഗർ ഒന്ന് അമർത്തേണ്ട താമസം. അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. എത്രയൊക്കെ അടികൊണ്ടാലും ഈ ചെക്കൻ തോറ്റു കൊടുക്കൂല. അവിടെയാണ് മറ്റുള്ളവരിൽ നിന്ന് ടാക്കമിച്ചി വ്യത്യസ്തനാവുന്നത്. ടാക്കമിച്ചിയെ കണ്ട് പഠിക്കണമെന്ന് ഞാൻ പറയില്ല. നമ്മളെ എത്രത്തോളം അടിച്ച് താഴെയിട്ടാലും ഒരടിയെങ്കിലും തിരിച്ചു കൊടുക്കാതെ നമ്മൾ തോറ്റു കൊടുക്കരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.